ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യേ നമ. ഓം ശ്രീരാമായ നമ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ രാമായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവണവിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാ ഹാ സുകുമാര വീര മനോഹര, മൽകർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിയിടുമാറായതു, നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വരാം. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചഴിഞ്ഞെന്നുമേ അടങ്ങുകയില്ലമേ. കട്കവും ഓങ്ങിച്ചലറി അലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രയും വേപതുഗാത്രയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞനാൻ അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലാർക്കൊരിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ഥനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവേദ്യാവ്രതാസ്ഥാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നെത്രയോ മോർത്തു കൽപ്പിച്ചതും ശ്രീവതമാകിയ കർമ്മമിതാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവരപ്രഭോമയ സാർത്ഥം വിരവോടു പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസാതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ ശുപാർശൻ പറഞ്ഞതു താതുയാഥാനിവൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നത്രയോ മാസ്തയാ മന്ത്രികളോടു നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റള വന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തതു ഭിന്നമാക്കിയിടിനാൻ രാവണാദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ.
അർക്കാത്മജാതിയാം മർക്കട വീരരു മർക്കാന്വയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാരിമുഖ്യ നിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ അനേകാകിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽക്കുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോം. വിജ്ഞാനിയാകിയ രാവണനാലതി വിജ്ഞാപിതനായ ശുക്ര മഹാമുനി രാവണനോടുപദേശിച്ചതില്ലെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കൂടുന്നാകി അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീരജാവാശരഥാദികൾ വാനവരാലും അജ്ജയനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുകെന്നോടു സാദരം അന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഹ്യവാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. ഹോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമാധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാം. ഹോമം കഴിച്ചു കൂട്ടിയിടുകയിൽ എന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായ അയച്ചിടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിലേറി കടന്നങ്ങു രാവണ മന്ദിരം പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം രാവണവാരീ രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽസരമ നിജകര സംജ്ഞയാസു സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹദ്വാരബന്ധന പാഷാണമായ മാമയഹീനം പൊടിപ്പെട്ടതങ്കതൻ. തത്ര ഗുഹയിലകമ്പുക്ക നേരത്തു നക്തൻ നരേന്ദ്രനെ കാണായിതന്തികെ മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാമറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യാജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെയൊരിക്കലെ കോമിച്ചു ഖണ്ഡിച്ചിതു ലഘു മേഘജാലവും രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം. പാവനി ശീക്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശാകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല. മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനാമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്ത്രസ്തവിനീവിയായി കഞ്ചുകഹീനനായി വിസ്ത്രാസ്തനായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ.
നിന്നുടെ മുൻപിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരേ മോർക്കിളൽ ജളാമതേ എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും എന്തർഗതമിനി എന്തോന്നു ദുർമതേ ഈ വിദാശാദേ വലിയസി മാനസേ ആ വിധി വൈഭവേമെത്രയും അത്ഭുതം അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്ന അവളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും ഇരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും നാണവും ഭംഗിയും വേണ്ടിയിലവനു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നൂതൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടടുത്താൻ അതു കണ്ടു തുങ്കാശ്വരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര ഭഗ്നിയെയും അയച്ചാത്തു വിളിച്ചു പുറത്തു പോന്നിടിനാൻ ഹോമമശേഷം മുടങ്ങി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാൻ മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവമിത്തരമാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിക നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദി ബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോകഭയ ക്രോധലോഭ മോഹസ്പൃഹ രാഗ ഹർഷാദി രജാമൃത്യു ജന്മങ്ങൾ അജ്ഞാനജങ്ങളാഹീല ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകല കളകനീ സ്വരൂപാത്മനാ പരമദ്വയേനാനന്ദപൂർണ സ്വരൂപന ലേപകൻ ഒന്നിനോടില്ല സംയോഗം അതിനു ഒന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ അല്ലാകിലോ രാമസായകമേറ്റുകൈ വല്യവും അതിനില്ലൊരു സംശയം എന്നെ ശ്രീരാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടനെന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും വ്യഗ്രഹിച്ചതു കേട്ടു മന്ദോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം രാഘവനെ ജയിപ്പാൻ ആർക്കരുതാമേ ലോകത്രയത്തിനെങ്കിലോ ധരിക്ക നീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുരാഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്കിച്ചതും ഘോരനായൊരു ഹിരണ്യകശീപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പാനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡ വംശേ ദശരഥ പുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും ദവാ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ
വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ. മൂഢാജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക, രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനിക്കാനനം. വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപുരക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലറോ, ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യമനുഭവിച്ചിടുവൻ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടതു രാവണൻ. മൂലബലാദികൾ സാഗരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു. നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനര വീരരെ നിങ്ങൾ അവരോടു മാനം നടിച്ചു തൊന്നേ കരുതാരുമേ. ഞാനിവരോടുപോൽ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകവരും എന്നരുൾ ചെയ്തു. നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതീനം അത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമ ഭൂമിയുമെന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുതുന്നിതു രാഘവൻ എന്നു തോന്നി രജനി ചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതു താനാവലിയോടു രഘുത്തമൻ. അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേരൂതന്മാരായ രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാക്കകൾ പുയയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണനീതൻ നിനാദവും വ്യോമമാർഗേതരു തുടരെ കേട്ടു. ദേവഗന്ധർവയക്ഷാംസരബന്ധവും ദേവമുനീന്ദ്രനാം നാരദനും തഥാം. രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനര വീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതോ രാഘവനന്നേരം. മാർക്കട നായകന്മാരോടരുൾ ചെയ്തിര ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ. താത സഹോദര നന്ദന വല്ലഭാം നാഥ നമുക്ക് അവലംബനമാരയ്യോ. വൃദ്ധരേയേറ്റം വിരൂപയായുള്ളൊരാ നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിനൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം.
ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാഭാവി രാവണൻ. അർത്ഥപ്രകാരമാത്രേണ ഖരാതിയെ യുദ്ധേ വധിച്ചതും പുത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാര മാപത്തിങ്കലുണ്ടാവോ സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരും അവൻ. നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിപ്പാനിതു തന്മരണത്തിലും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള ജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കസ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രാജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മൂലമൊക്കെ അടയ്ക്കയും പാരം ഗുരുജനാദേശവുമുണ്ടിവ ആരെയുമില്ല കൃപയും ഒരിക്കലും. മഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മെയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തമ്പുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൽ മുന്നേ മഹാരഥനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാനേറ്റവും ആദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരാവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാനതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു ഒന്നെറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനുമതാ വെട്ടിനാൻ വാനര നായക വക്ഷസി കോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം ബുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങോമിഴികളോടാശരാധീശനും മതത്തോടടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീട്ടിനാനോ ഊഴിയിൽ രാമനു മൈന്ദ്രാശ്രമൈതു തുടർന്നിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരാസ്ത്രമെയ്താനതു ആതുരമാരായിതു ആശു കവികളും വാനരസൂകര കുക്കുട ക്രോഷ്ടാകു സാരമേയോഗ ഗരശൈരിഭാസയാ വാനര കങ്കൃഗാദ്രനായി വാരുമനു അസുരാസ്ത്രമാത്മകം മുൽഗരവട്ടസഹശക്തി വരശ്വര ഗഡ്ഖശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നു
ആഖ്യാസ്ത്ര ആഗ്നേയമാസ്ത്ര മൈതാൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയെ എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയം കൊടുത്തൊരു ദിവ്യാസ്ത്രമേതായുധം കാണായിതന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചിതതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവ വീരനും. ശൗര്യാസ്ത്രമെയ്താന്തശാനനെ നന്നേരം ധൈര്യേന രാഘവൻ പ്രത്യസ്ത്രമെയ്ത് തതും കണ്ടിച്ച അഖണ്ഡലവൈരിയും ചണ്ഡകാരാശു സമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവു ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൻ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണനേഴു ശരങ്ങളാൽ ഉക്കോടു തൽക്ഷണേ കേതു കണ്ടിച്ചു പിന്നീടിനാൻ 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയൻ കൊടുത്തോരുവേൽ കൈകൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പാടു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നിന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവൻ കണ്ടിക്ക വേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാന്നുടൽ വിസ്ത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനേയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടു അരുൾ ചെയ്തതാദരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം. ചക്രാത്മജനെ വധിച്ചതു വേഗത്തിൽ അൽക്കാത്മജാതികളോടും ഒരുമിച്ചു വാരുതിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായിതു. രാവണനും ബദാ രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്താംബുദികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ളനാൽ പോകാതെ നീ കീർത്തി വർദ്ധിക്കൂ ഭരിഞ്ഞാൻ. ആയോധന ദശകന്ധനെ കൊല്ലുവാനായോ ആയുധപാണി എന്നാകിൽ നിസംശയം. ദേവാസുരോരകരാചാരണ താപസരേവരും കണ്ടറിയണം മമ ബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശരൻ ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാവണന്മാർ തമ്മിൽ അങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ
ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴുങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാധി മുഴുത്തു രഘുകുലനായകൻ. താരയിന്താതനോടേവമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമാം. ഭൂതലെ വാഴുകയിൽ നല്ലതെന്നിങ്ങിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപിടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹാം. നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊള്ളുവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിനാൻ. ദേഹത്തിനേഹം നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നപ്പോൾ ഉണർന്നു മവരജൻ എന്നുണർത്തിച്ചാൻ അനിലാത്മജൻ തന്നോടു. പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നം കണക്കെ വിശല്യ കരേണിയ ആകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ. ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപീവരൻ മുന്നമിടുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ വാരവശ്യം കണക്കെ കാൺക കാരണമെന്നുടെ ധൈര്യവും പോയിതു മനസ്സേ എന്നതു കേട്ടുര ചെയ്തു. കുമാരനുമൊന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യം തപോധനമന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചുകൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുവരൻ രക്ഷോവരനോട് എതിർത്താൻ അതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിടിനാൻ. പാരിൽ നിന്നിക്ഷാകുവംശതിലകനും തേരിൽ വംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ. ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ. മമ സന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിടിനാൻ. രാവണനോടു സമാരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതോ. തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രസത്തെയും വന്ദിച്ചു മന്നവൻ തേരിലും മാറുകേറിയിടിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലം മാറൊന്നു നോക്കി ദശാനനൻ. മഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗന്ധർവമസ്ത്രമെയ്തിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും. ക്രൂരനാഗാസ്ത്രത്തെ മാറ്റുവാൻ ആഗാഢൂഢ മസ്ത്രമെയ്തു രഘുനാഥനും. മാതലീമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ദശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തട്ടിൽ നിൽക്കും വിധൗ കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപുരത്തിനയപ്പിനായിന്നെന്നു ശൂലം പ്രയോഗിച്ചിതാശാരദീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തട പുറാഞ്ഞോർത്തുടൻ വൃത്രാതി തന്നെ തേരിലിരുന്നൊരു
ശക്തിയെടുത്തയ അയച്ചു രഘുനാഥനും 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ ദുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചറിച്ചാർത്തനായി പോരിലഴിച്ചു നിർത്തിയിടിനാൻ അന്നേരം. ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സുതനോടു ചൊല്ലിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാൻ എത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോടോടി ഒളിച്ചവ വാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതൻ എനിക്കിനി രാമനു നീതി ബാന്ധവാൻ എന്നെ എന്നറിഞ്ഞേനഹം യുദ്ധം നിശാചര. തീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല സ്വാമിയെ വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നിതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു. ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിഞ്ഞടുക്കണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാദരം വാരികൾ സാദവും വൈരികൾക്കുള്ള ജയകാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സുതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞതാ രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിത്തിരി നേര കൊടുത്തതിനുത്തര ആശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമെടോ. ഇന്നോടു നാളെയോടെന്നു തിരഞ്ഞിടും മനവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും ധേരതി വേഗേന പൂട്ടിനാൻ ക്രോധം അടങ്ങുന്നിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്ന ശരങ്ങളാൽ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.